നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം വീണ്ടും ഉണർന്നിരിക്കുകയാണല്ലോ. വിദ്യാലയത്തിൽ ആദ്യമായി പോകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ച് പഠിക്കാനായി പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. ഈ അടുത്ത കാലം വരെ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ എനിക്കും സ്കൂൾ തുറക്കുന്ന സമയം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ ഓർമ്മ വന്നിരുന്നത്. എന്നാൽ 2 വർഷമായി ജൂൺ മാസം എന്ന് കേട്ടാൽ മനസ്സിൽ തെളിയുന്നത് അനുഗ്രഹീതമായ മധുരമായ ഒരു യാത്രയുടെ ഓർമ്മകളാണ്. 2022 ഈ ദിവസം, അതായത് ജൂൺ 2-ാം തീയതി, ഞാൻ കേദാർനാഥിനെ ദർശിക്കാനായി ഹിമാലയൻ മലനിരകൾ കയറുകയായിരുന്നു. എപ്പോഴാണ് എൻ്റെ മനസ്സിൽ കേദാർനാഥ് കയറിക്കൂടിയത് എന്ന് എനിക്കറിയില്ല. കാരണം ചെറുപ്പം മുതൽക്ക് തന്നെ കൈലാസ പർവ്വതം ദർശിക്കണമെന്ന ആഗ്രഹത്തിൽ കഴിയുന്ന എൻ്റെ മനസ്സിൽ ഒരിക്കലും കേദാർനാഥോ ബദ്രീനാഥോ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മാർച്ച് മാസത്തിൽ ഗുരുവായൂരിൽ പോയി ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തിരിച്ചു വരുമ്പോഴെപ്പോഴോ ആണ് എൻ്റെ മനസ്സിൽ ബദരീനാഥിനെ കാണണം എന്നൊരാഗ്രഹം തോന്നിയത്. അത് ഗുരുവായൂരപ്പൻ തോന്നിപ്പിച്ചതാണോ എന്നും അറിയില്ല. എന്തായാലും സാധിക്കുമെന്ന് കരുതിയിട്ടൊന്നുമല്ല, എൻ്റെ ഈ മോഹം വെറുതെ വീട്ടിൽ അവതരിപ്പിച്ചു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഭർത്താവും കുട്ടികളും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും പോകണം എന്നൊക്കെ പറഞ്ഞ് ഗംഭീര പ്രോത്സാഹനവും. പോരെ, പ്രോത്സാഹനം ഫലിച്ചു. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. മകനും ഈ യാത്രയ്ക്ക് വലിയ ഉത്സാഹമുണ്ടായിരുന്നു. ഭർത്താവിനും മകൾക്കും മലകയറ്റവും തണുപ്പൊന്നും അത്ര പഥ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇതിൽ നിന്നും ഒഴിവായി. 70 വയസ്സായാലും 40 വയസ്സിൻ്റെ ചുറുചുറുക്കുള്ള എൻ്റെ ചെറിയമ്മ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ ചേർന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്നും ബദ്രീനാഥിലേക്ക് ഓൺലൈനായി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത് ആദ്യം കേദാർനാഥിനെ ദർശിക്കണമെന്നും അതിനുശേഷമാണ് ബദ്രീനാഥിനെ ദർശിക്കേണ്ടത് എന്നും. ശരിക്ക് 4 ധാമുകളും 4 ധാം യാത്ര എന്നാണ് പറയുക. ഗംഗോത്രിയും യമുനോത്രിയും കണ്ട് കേദാർനാഥിനെ കണ്ട് ബദ്രീനാഥിനെ കാണണമെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് അത്രയും സമയം ഇല്ലാത്തത് കൊണ്ട് ഈ 2 ധാമുകൾ മാത്രം കാണാം എന്ന് തീരുമാനിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം യാത്രയ്ക്ക് 2 മാസത്തെ സമയമുണ്ടായിരുന്നു. ആ സമയം അത്രയും ഞാൻ ഞങ്ങളുടെ യാത്രാമാർഗത്തിൽ വരുന്ന ദർശിക്കേണ്ട പല സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യ കഥകളെക്കുറിച്ചുമൊക്കെ ഗൂഗിളിൽ നിന്നും അതുപോലെ യൂട്യൂബിൽ പലരും ചെയ്ത കേദാർനാഥിനെ കുറിച്ചുള്ള യാത്രാവിവരണത്തിൽ നിന്നും പല യാത്രാവിവരണ പുസ്തകങ്ങളിൽ നിന്നും അറിവുകൾ ശേഖരിച്ചു വെച്ചു. അങ്ങനെ 2022 മെയ് 30-ാം തീയതി രാത്രി ഡൽഹിയിൽ നിന്നും ഞങ്ങൾ ഹരിദ്വാറിലേക്ക് പുറപ്പെട്ടു. ഹിമാലയത്തിലെ പല തീർത്ഥസ്ഥാനങ്ങളിലേക്കും പോകാനുള്ള പ്രവേശന കവാടമാണല്ലോ ഹരിദ്വാർ. പിറ്റേന്ന് പുലർച്ചെ 3:30 ഞങ്ങൾ ഹരിദ്വാറിൽ എത്തിച്ചേർന്നു. അവിടെ ഗംഗയിൽ മുങ്ങി നിവർന്ന് ഒരു മഹത്തായ യാത്രയ്ക്കായി ഗംഗാദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. പിന്നീട് ഹരിദ്വാറിലെയും ഋഷികേശിലെയും പല പ്രസിദ്ധങ്ങളായ തീർത്ഥസ്ഥലങ്ങളും ആശ്രമങ്ങളും സന്ദർശിച്ച് പ്രസിദ്ധമായ ഹരിദ്വാറിലെ ഗംഗാ ആരതിയും കണ്ട് രാത്രി ഹരിദ്വാറിൽ വിശ്രമിച്ചു. പിറ്റേന്ന് ജൂൺ 1-ാം തീയതി പുലർച്ചെ 5 മണിയോടുകൂടി 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മന്ദാകിനി നദിയുടെ തീരത്തുള്ള കേദാർനാഥിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ആ യാത്ര എനിക്ക് ഇപ്പോഴും മനോഹരമായ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. റോഡിൻ്റെ ഒരു ഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങളും വലിയ വലിയ പാറക്കെട്ടുകളും അതിനിടയിലൂടെ റോഡിലേക്ക് പതിക്കുന്ന ചെറിയ അരുവികളും, മറുഭാഗത്ത് കലകളാരവത്തോടെ ഒഴുകുന്ന നദിയും അതിനിടയിലായി അവിടെ വെളുത്ത ഉരുളൻ പാറക്കല്ലുകളുമൊക്കെ ആയിരുന്നു. അതിരാവിലെ മനോഹരമായ ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള ദേവഭൂമിയിലൂടെയുള്ള ഈ യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. വഴിയുടെ ഒരു ഭാഗത്ത് പൊട്ടി വീഴാൻ നിൽക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ആ പാറക്കല്ലുകൾ എൻ്റെ മനസ്സിനെ ചെറുതായി ഭയപ്പെടുത്താതിരുന്നില്ല. പലയിടത്തും ഇടിഞ്ഞു വീണ മണ്ണും പാറക്കല്ലുകളും ഒക്കെ JCB വെച്ച് നീക്കം ചെയ്യുന്നത് കാണാമായിരുന്നു. ഇങ്ങനെ ദുർഘടം പിടിച്ച വഴികൾക്കിടയിലൂടെ വട്ടം ചുറ്റി ചുറ്റി ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മുകളിലേക്ക് പോകുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വരികയായിരുന്നു. ഞങ്ങളുടെ പഞ്ചാബിയായ ഡ്രൈവർ വളരെ വേഗത്തിൽ എന്നാൽ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ബസ് ഓടിച്ചിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വഴികളൊന്നും അത്ര പുതുമയുള്ളതല്ല. കാരണം
ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ യാത്രയാണത്രേ ഇത്. എന്നാലും ഒന്ന് ശ്രദ്ധ പാളിയാൽ അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കാം. ആ ബസ്സിലുണ്ടായിരുന്ന തമ്മിൽ പരിചയമില്ലാത്ത 10-30ഓളം യാത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ആ ഡ്രൈവറിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. അത്രയും നല്ല പെരുമാറ്റവും സേവനവുമായിരുന്നു ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ സന്ദർശിക്കേണ്ട പല സ്ഥലങ്ങളും സന്ദർശിച്ച് ഒരു സമയത്ത് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ആ സമയത്ത് എത്താത്ത പലരോടും അദ്ദേഹം ഒന്ന് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ഒന്ന് കയർത്ത് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് അത്ഭുതം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അല്ലെങ്കിൽ ആ പെരുമാറ്റം പ്രശംസാർഹം തന്നെയാണ്. ഞങ്ങൾ പോകുമ്പോൾ ആദ്യം കണ്ടത് ദേവപ്രയാഗാണ്. പ്രയാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നദികൾ സംഗമിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. പഞ്ചപ്രയാഗ് എന്ന് പൊതുവെ പറയുന്ന 5 പ്രയാഗുകളാണ് ഗംഗാനദിക്കുള്ളത്. മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ ദേവപ്രയാഗാണ്. ബദരീനാഥിൽ നിന്നും പുറപ്പെടുന്ന അളകനന്ദ നദിയും ഗംഗോത്രിയുടെ അടിയിലുള്ള ഗോമുഖിൽ നിന്നും പുറപ്പെടുന്ന ഭാഗീരഥി നദിയും ഈ ദേവപ്രയാഗിൽ വെച്ചാണ് ചേരുന്നത്. ചെളി നിറത്തിലുള്ള അളകനന്ദ നദിയിലെ ജലവും പച്ച നിറത്തിലുള്ള ഭാഗീരഥി നദിയിലെ ജലവും കൂടിച്ചേർന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി ഗംഗയായി പരിണമിക്കുന്നു. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിന് തുല്യമായ പ്രാധാന്യം ഈ ദേവപ്രയാഗിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ബദ്രീനാഥിനടുത്തുള്ള മാന ഗ്രാമത്തിൽ നിന്നും പുറപ്പെടുന്ന സരസ്വതി നദിയുടെ സാന്നിധ്യം ഭൂമിക്കടിയിലൂടെ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ ദേവശർമ്മ എന്നൊരു ദരിദ്ര ബ്രാഹ്മണൻ ഈ സംഗമസ്ഥലത്ത് വന്ന് കഠിനമായ തപസ്സിലൂടെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം നേടിയെടുത്തത് കൊണ്ടാണ് ഇവിടെ ദേവപ്രയാഗ് എന്ന് അറിയപ്പെടുന്നത് എന്നും ഒരു കഥയുണ്ട്. ഈ സംഗമസ്ഥലത്ത് നിന്നും കുറച്ചധികം പടികൾ മുകളിലേക്ക് കയറിയാൽ അവിടെ പുരാതനമായ രഘുനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു കറുത്ത ശിലയിലുള്ള ശ്രീരാമചന്ദ്രന്റെ പ്രതിഷ്ഠയാണ് അവിടെ കണ്ടത്. ഇതിനടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രവും ഉണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം തൊഴുത് വീണ്ടും കുറേ പടികൾ കയറി മുകളിലെ റോഡിലെത്തി ഞങ്ങൾ ബസ്സിൽ വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നീട് ശ്രീനഗർ എന്ന പേരുള്ള അത്യാവശ്യം തിരക്കുള്ള ആ പ്രദേശവും പിന്നിട്ട് യാത്ര തുടർന്നു. ഇത് ഉത്തരാഖണ്ഡിലെ ശ്രീനഗറാണ് കേട്ടോ, ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ ശ്രീനഗർ അല്ല ഇത്. പണ്ട് കസ്തൂരി രാജവംശത്തിലെ ഒരു രാജാവ് ഒരു വലിയ പാറക്കല്ലിൽ ശ്രീചക്രം കൊത്തിവെച്ച് പൂജിച്ചിരുന്നുകൊണ്ടാണത്രേ ഈ നഗരത്തിന് ശ്രീനഗർ എന്ന പേര് വന്നത്. ഈ ശ്രീനഗർ പിന്നിട്ട് ഞങ്ങൾ രുദ്രപ്രയാഗിൽ എത്തിച്ചേർന്നു. ഈ രുദ്രപ്രയാഗിൽ നിന്നാണ് കേദാർനാഥിലേക്കും ബദ്രീനാഥിലേക്കുമുള്ള വഴി പിരിയുന്നത്. കേദാർനാഥിൽ നിന്നും വരുന്ന മന്ദാകിനി നദിയും ബദ്രീനാഥിൽ നിന്നും വരുന്ന അളകനന്ദയും രുദ്രപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഈ സംഗമസ്ഥാനത്താണത്രേ പണ്ട് നാരദ മഹർഷി സംഗീതത്തിൽ പ്രാഗൽഭ്യം നേടാനായി ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്തത്. നാരദ മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചു എന്നൊരു ഐതിഹ്യവും ഇവിടെ ഉണ്ട്. കേദാർനാഥിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ അടുത്ത അഗസ്ത്യമുനി എന്ന പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ അഗസ്ത്യമുനിക്ക് ആയി ഒരു ക്ഷേത്രമുണ്ട്. പണ്ട് ഇവിടെ അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്നുകൊണ്ടാണ് അത്ര അഗസ്ത്യമുനി എന്ന ഈ സ്ഥലത്തിന് പേര് വന്നത്. പിന്നീട് ഗുപ്തകാശിയും പിന്നിട്ട് യാത്ര തുടർന്നു. ശ്രീ പരമേശ്വരൻ പാണ്ഡവർ കാണാതെ ഒളിച്ച് ഇരുന്നത് ഈ പ്രദേശത്തായിരുന്നുകൊണ്ടാണ് അത്രേ ഇതിന് ഗുപ്തകാശി എന്ന് പറയുന്നത്. ഗുപ്തം എന്ന് വെച്ചാൽ മറഞ്ഞത് എന്നർത്ഥമാണ്. ഈ ഗുപ്തകാശിയുടെ മറുഭാഗത്തുള്ള പർവ്വതത്തിലാണ് ഉഖിമഠ് സ്ഥിതി ചെയ്യുന്നത്. ശൈത്യകാലം ആരംഭിച്ചാൽ കേദാർനാഥിലെ ആ പല്ലക്കുമായിട്ട് ഉഖിമഠിലുള്ള ഓങ്കാരേശ്വര ക്ഷേത്രത്തിലാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. പിന്നെ ഫാട്ട എന്ന സ്ഥലമാണ്. കേദാർനാഥിലേക്ക് ഹെലികോപ്റ്ററിൽ പോകാൻ ഏറ്റവും അടുത്ത സ്ഥലം ഈ ഫാട്ടയാണ്. പിന്നീട് രാംപൂർ, അതിനുശേഷം സീതാപൂർ, പിന്നീട് 4 മണിയോടെ ഞങ്ങൾ സോൻപ്രയാഗിൽ എത്തിച്ചേർന്നു. ഈ സോൻപ്രയാഗിലാണത്രേ മന്ദാകിനി നദിയും വാസുകി നദിയും കൂടിച്ചേരുന്നത്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തിലാണ് കേദാർനാഥിന്റെ ബേസ് ക്യാമ്പായ ഗൗരികുണ്ട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ സോൻപ്രയാഗിലെ തന്നെ ഒരു ഹോട്ടലിലാണ് അന്ന് താമസിച്ചത്.
സോൻപ്രയാഗിൽ നിന്നും ഗൗരികുണ്ടിലേക്ക് പോകുന്ന വഴിയുടെ എതിർവശത്തായുള്ള ഒരു പർവ്വതത്തിന് മുകളിൽ ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞ വേദിയായി കണക്കാക്കപ്പെടുന്ന ത്രിയുഗി നാരായൺ മന്ദിർ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിരുന്നു. ബസ്സിലുണ്ടായിരുന്ന വേറെ 2 ഫാമിലിയോടും കൂടി ഈ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു ടാക്സി എടുത്ത് ഞങ്ങൾ ആ ത്രിയുഗി നാരായൺ മന്ദിറിലേക്ക് പുറപ്പെട്ടു. അതിൻ്റെ വിശേഷങ്ങളുമായി ഒരു വീഡിയോ ഞാൻ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബസ്സിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്ന മിസ്റ്റർ യാദവ് പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് പുലർച്ചെ 2 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പോയി വേരിഫിക്കേഷന് വേണ്ടി ക്യൂ നിന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ 3 പേരും നേരത്തെ ഓൺലൈനിൽ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വേരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂവിൻ്റെ നീളം കുറയുമെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു യാദവ് ഞങ്ങളോട് 2 മണിയാകുമ്പോഴേക്കും ക്യൂവിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ 1 മണിയാകുമ്പോഴേക്കും നീട്ട് കുളിച്ച് തയ്യാറായി 1.5 കിലോമീറ്റർ നടന്ന് അവിടെ എത്തിയപ്പോൾ നീണ്ട ഒരു നിരയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഏതാണ്ട് 4 മണിയായി വെരിഫിക്കേഷൻ ആരംഭിക്കാൻ. ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടാകാം ഞങ്ങളെ വേഗം തന്നെ കടത്തിവിട്ടു. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് മന്ദാകിനി നദിയുടെ കുറുകെയുള്ള ഒരു പാലം മുറിച്ചു കടന്നാൽ കുറേ ജീപ്പുകൾ നിൽക്കുന്നത് കാണാം. ഗൗരികുണ്ടിലേക്ക് ആൾക്കാരെ എത്തിക്കാനായിട്ടാണ് ഈ ജീപ്പുകൾ തയ്യാറായി നിൽക്കുന്നത്. ഒരു ജീപ്പിൽ 8-9 ആൾക്കാരെ കുത്തി നിറച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവിടെ നിന്നും 6 കിലോമീറ്റർ ഉണ്ട് ഗൗരികുണ്ടിലേക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ജീപ്പുകളെ തന്നെയാണ് ഗൗരികുണ്ടിലെത്താൻ ആശ്രയിച്ചിരുന്നത്. ഓരോ ജീപ്പുകളും ആളുകളെ അവിടെ കൊണ്ടാക്കി മടങ്ങി വന്നിട്ടാണ് അടുത്ത ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഗൗരികുണ്ടിൽ എത്തിച്ചേർന്നു. സമയം 4:30 അടുക്കുന്നത് കൊണ്ടാകാം അവിടെ നല്ല ഇരുട്ടും അത്യാവശ്യം നല്ല തണുപ്പുമായിരുന്നു. ഞങ്ങളെ ഇറക്കിയ ആ റോഡിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെ ഗൗരിമാതാ ക്ഷേത്രമുണ്ട്. ഇവിടെ പാർവതി ദേവിക്കാണ് പ്രാധാന്യം. ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി പാർവതീദേവി തപസ്സു ചെയ്ത സ്ഥലമായിരുന്നു അത്രേ ഇത്. അതാണത്രേ ഈ സ്ഥലത്തിന് ഗൗരികുണ്ട് എന്ന പേര് വന്നത്. ഈ ഗൗരിമാതാ ക്ഷേത്രത്തിന് മുന്നിലായി തപ്തകുണ്ട് എന്ന് വിളിക്കുന്ന ചൂടുവെള്ളം ലഭിക്കുന്ന ഒരു ജലാശയവും ഉണ്ട്. ഈ തപ്തകുണ്ടിൽ സ്നാനം ചെയ്ത് ഈ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വേണമത്രേ കേദാർനാഥിലേക്കുള്ള യാത്ര തുടങ്ങാൻ. ഈ ഗൗരികുണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് 6000 അടി ഉയരത്തിലാണ്. ഇവിടെ നിന്ന് 11,500 അതോ 11,800 അടി ഉയരത്തിലുള്ള കേദാർനാഥിലേക്ക് ഇനി നടന്നു കയറണം. ഞങ്ങൾ ഏതാണ്ട് 5 മണിയാകുമ്പോഴേക്കും കേദാർനാഥിനെ ലക്ഷ്യമാക്കി നടന്നു കയറാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ കുതിരകളുടെ മണിയൊച്ച കേട്ടു തുടങ്ങി. നോക്കിയപ്പോൾ അവിടെ ധാരാളം കുതിരകളും കുതിരക്കാരും യാത്രക്കാരെ സഹായിക്കാനായി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പേരെല്ലാം അപ്പോൾ തന്നെ ആ കുതിരകളിൽ കയറി കേദാർനാഥിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ 3 പേരും എന്തായാലും നടന്നു കയറാം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന അധികം ആൾക്കാരും ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്തത്. കുറേ പേർ താഴെയുള്ള ഈ കുതിരകളിലും പുറപ്പെട്ടു. യാത്ര തുടങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1 കിലോമീറ്റർ ഏതാണ്ട് എത്തിയപ്പോൾ ഞങ്ങൾ ചെറിയമ്മയെ നിർബന്ധിച്ച് കുതിരപ്പുറത്ത് യാത്രയാക്കി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ യാത്രക്കാരുടെ തിരക്കിൽപ്പെട്ട് ഞങ്ങളും കൂട്ടം തെറ്റിപ്പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടത് ഏതാണ്ട് 7.5-8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെ ആരുടെയും ഫോണിന് അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആര് എവിടെയാണ് എന്നൊന്നും ഞങ്ങൾക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. നമ്മൾ നടന്നു പോകുന്ന ആ വഴി തന്നെയാണ് കുതിരകളും പോകുന്നത്. ഈ കുതിരകൾ മാത്രമല്ല, പിന്നെ പല്ലക്കിൽ 4 പേര് പിടിച്ചിട്ടുള്ള പാലിക്കി എന്ന് പറയുന്ന പല്ലക്കിൽ ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ബിട്ടു എന്ന രീതിയിൽ, അതായത് ഒരാളുടെ പുറത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കൊട്ടക്കസേര പോലെ കെട്ടിവെച്ച് അതിൽ ആളെ ഇരുത്തി അയാളെയും വഹിച്ച് നടക്കുക. നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഈ നേപ്പാളി ഷെർപ്പകളൊക്കെ ഇങ്ങനെ ഒരാളെയും വഹിച്ച് നടക്കുന്നത്. അടുത്ത് വന്ന ഏതോ ഹിന്ദി സിനിമയിലെ പാട്ടിൽ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിലും
ഇത് നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതമാണ് തോന്നിയത്. അതുപോലെ തന്നെ കുതിരകളുടെ കാര്യവും വലിയ കഷ്ടം തന്നെയാണ്. പലപ്പോഴും കുതിരകൾ തെന്നി വീഴുന്നതും അതുപോലെ കിതച്ചു നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ആ കുതിരക്കാരൻ ആ സാധുജീവിയെ അടിച്ച് ബലമായി നടത്തിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. ഈ കുതിരകൾക്ക് വെള്ളം കുടിക്കാനും പുല്ലു തിന്നാനും ഒക്കെയായി പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഈ കുതിരകൾ കൃത്യമായി നിൽക്കുന്നതും ആർത്തിയോടെ വെള്ളം കുടിക്കുന്നതൊക്കെ കാണാം. നടക്കുന്ന വഴിയിൽ ധാരാളം കുതിരച്ചാണകം ഉണ്ടായിരിക്കും. അത് ചവിട്ടി തെന്നി വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കുതിരകൾ തന്നെ അത് ചവിട്ടി പലപ്പോഴും തെന്നി വീഴുന്നത് കാണാം. അതുകൊണ്ട് കുതിരപ്പുറത്തിരിക്കുന്നവരും വളരെ ശ്രദ്ധിച്ചു വേണം ഇരിക്കാൻ. ഞാൻ പരമാവധി മലയുടെ വശം ചേർന്ന് നടക്കാൻ ശ്രമിച്ചു. കാരണം മറ്റേ ഭാഗത്ത് ചെറിയൊരു കൈവരി ഉണ്ടെങ്കിലും ഈ കുതിരച്ചാണകം ചവിട്ടി കാലൊന്ന് വഴുതുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുതിരകൾ തട്ടുകയോ ചെയ്താൽ അഗാധമായ ഗർത്തത്തിലേക്കാവും നമ്മൾ ചെന്ന് വീഴുന്നത്. മുകളിലേക്ക് കയറും തോറും തണുപ്പിന്റെ ശക്തി കൂടി വന്നു. അതുപോലെ വായു കുറയുന്നത് പോലെയും തോന്നി. മുകളിലെത്തിയാൽ കുറേ ഭാഗത്തൊന്നും ഈ കൈവരിയില്ല. ആ ഭാഗങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ. ഞങ്ങൾ പുലർച്ചെ ഹോട്ടലിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായി പൂരിയും കറിയും ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കയ്യിൽ തന്നിരുന്നു. അതുപോലെ എൻ്റെ ബാഗിൽ 2 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് കർപ്പൂരം കയ്യിൽ കരുതിയിരുന്നു. അത് ഓക്സിജൻ കിട്ടാതെ വരികയാണെങ്കിൽ കർപ്പൂരം മണത്താൽ നല്ലതാണ് എന്നൊക്കെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് കുറച്ച് കർപ്പൂരം കയ്യിൽ കരുതിയത്. പിന്നെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നു, കൊട ഉണ്ടായിരുന്നു, അതുപോലെ അത്യാവശ്യം വേണ്ട മരുന്നുകളും കയ്യിൽ കരുതിയിരുന്നു. ഇതെല്ലാം ഞങ്ങൾ 3 പേരും വേറെ വേറെ തന്നെ ഞങ്ങളുടെ ബാഗിൽ കരുതിയിരുന്നു. അങ്ങനെ ചുറ്റും പരിചയമുള്ള ആരുമില്ലാതെ ഒറ്റയ്ക്ക് മല കയറാനും ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. വഴിയിൽ കണ്ട പലരുമായി സംസാരിച്ചും കുശലം പറഞ്ഞും 7-8 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാനും മകനും തമ്മിൽ കണ്ടത്. ഇടയ്ക്ക് ഞങ്ങൾ ഷോർട്ട് കട്ട് വഴികളിലൂടെ മുകളിലേക്ക് കയറി. ഷോർട്ട് കട്ടിലൂടെ പോയാൽ വഴി കുറയുമെങ്കിലും ആയാസം കുറച്ച് അധികമായിരുന്നു. കാരണം പാറകളിലൂടെയൊക്കെ പൊത്തിപ്പിടിച്ച് കുത്തനെയുള്ള കയറ്റമായിരുന്നു അത്. അതുകൊണ്ട് അങ്ങനെ കയറിയപ്പോൾ പലപ്പോഴും എനിക്ക് ക്ഷീണം വല്ലാതെ അനുഭവപ്പെട്ടു. ഞാൻ ഭക്ഷണമൊന്നും അതുവരെ കഴിച്ചിരുന്നില്ല. വെള്ളം മാത്രമായിരുന്നു ഞാൻ കുടിച്ചിരുന്നത്. അതും വളരെ കുറച്ച് സിപ്പ് ചെയ്ത്, കാരണം ദാഹമൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ കയ്യിൽ 2 കുപ്പി വെള്ളമല്ലേ ഉള്ളൂ, അവിടേക്ക് എത്തുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് വളരെ സൂക്ഷിച്ചായിരുന്നു വെള്ളം കുടിച്ചതും. രാത്രിയിലെ ഉറക്കമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും ഒക്കെ കൊണ്ടാകാം ഞാൻ കുറെ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ മകനാകട്ടെ വഴിയിൽ കാണുന്ന കടകളിൽ നിന്നും മാഗിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി കഴിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്നയച്ചിരുന്ന ആ ഭക്ഷണവും അവൻ കഴിച്ചിരുന്നു. വഴിയരികിലെ പീടികകളിലെ സർവ്വസാധാരണമായ ഒരു ഭക്ഷണ സാധനമായിരുന്നു മാഗി. അത് ഒരു പാക്കറ്റ് ഉണ്ടാക്കി തരാൻ താഴെ 100 രൂപയായിരുന്നുവെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും വില കൂടിക്കൂടി വരികയായിരുന്നു. ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രക്കാർ പലരും മുകളിലേക്ക് കയറുന്നവരെ നോക്കി ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞ് പ്രോത്സാഹനം നൽകുന്നുണ്ടായിരുന്നു. ചിലർ മല കയറി ക്ഷീണിച്ചു വരുന്ന ഞങ്ങളെ നോക്കി ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, ഒരു മല കൂടി കയറിയാൽ എത്താറായി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ ചിലർ ഇങ്ങനെ നടന്നു പോയാൽ അവിടെ എത്തുമ്പോഴേക്കും ക്ഷീണിച്ച് അവശരായി പോകും എന്ന രീതിയിൽ ഭയപ്പെടുത്തുന്നുമുണ്ടായിരുന്നു. 7-8 മലനിരകളെ ചുറ്റി വേണം കേദാർനാഥിലെത്തിച്ചേരാൻ. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ എത്ര മലകളെ തരണം ചെയ്തു എന്നും ഇനി എത്രയുണ്ടെന്നും എന്നൊന്നും ഞങ്ങൾക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. ആദ്യം താഴെ നിന്നും 16 കിലോമീറ്റർ ആയിരുന്നു അത്രേ ഉണ്ടായിരുന്നത്. എന്നാൽ 2013 ആ പ്രളയക്കെടുതിക്ക് ശേഷം നദിയുടെ ഒഴുക്കിൽപ്പെട്ട് വഴികളെല്ലാം ഇല്ലാതായി. രാംബർ എന്ന സ്ഥലത്തു നിന്ന് മുകളിലേക്കുള്ള വഴിയാണ് പ്രളയത്തിൽ ഇല്ലാതായത്. അതുകൊണ്ട് മന്ദാകിനി നദിക്ക് കുറുകെയായി ഒരു പാലം നിർമ്മിച്ച് പുതിയ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 19 കിലോമീറ്ററോളം വരുമത്രേ മുകളിലെത്താൻ. ഈ പാലം കഴിഞ്ഞാൽ പിന്നെ നേരെ ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളാണ്. ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു മല കയറുന്നതിൻ്റെ ആസ്വാദനമൊക്കെ കുറേ കുറഞ്ഞു തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ മകൻ കുറെ നിർബന്ധിച്ചിരുന്നുവെങ്കിലും ഞാൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല. താഴെ നിന്ന് വാങ്ങിയ വടിയും കുത്തിപ്പിടിച്ച് കിതച്ചുകൊണ്ട് ഇനി ഏതാണ്ട് 1 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ എന്നുള്ള സ്ഥിതിയായി. അപ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്.
ആ ക്ഷേത്രം എത്ര മണിക്കാണ് അടയ്ക്കുക എന്നത്. 3 മണി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാലും സംശയം തീർക്കാനായി അടുത്തുള്ള ഒരു പീടികയിൽ കയറി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 2 മണിയോടുകൂടി ക്ഷേത്രം അടയ്ക്കുമെന്ന്. ഇത് കേട്ട ഉടനെ എനിക്കാകെ പരിഭ്രമമായി. കാരണം ഇനി 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ ഈ കുത്തനെയുള്ള കയറ്റം കയറി ഞാൻ അവിടെ എത്താൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാനും മകനും കൂടി അവിടെ നിന്ന് ആലോചിച്ചപ്പോൾ അവിടെ അടുത്ത് കണ്ട ഒരു കുതിരക്കാരൻ ഞങ്ങളോട് കാര്യം തിരക്കി. അപ്പോൾ ഞങ്ങൾ കാര്യം അവതരിപ്പിച്ചു. ഈ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുൻപ് നടന്ന് ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കില്ല. ഇത്രയും മുകളിലെത്തിയ സ്ഥിതിക്ക് ഇനി കുതിരകളെയും കിട്ടില്ല. ഞങ്ങളുടെ ഈ വിഷമസ്ഥിതി കണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, 4 മണിക്ക് ക്ഷേത്രം അടയ്ക്കുകയുള്ളൂ, ധൈര്യമായിട്ട് പോയിക്കോളൂ, നിങ്ങൾ 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന്. പക്ഷേ ഞങ്ങൾക്കതിൽ അത്ര വിശ്വാസം തോന്നിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ അന്ന് രാത്രി തന്നെ ഈ കേദാർനാഥ് ദർശനം കഴിഞ്ഞ് സോൻപ്രയാഗിൽ തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട്. കാരണം പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ ബസ് ബദ്രീനാഥിലേക്ക് പുറപ്പെടും. അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ ദിവസം കേദാർനാഥിൽ താമസിച്ച് രാത്രിയിലെ ആരതിയും പിറ്റേ ദിവസം രാവിലെയുള്ള ദർശനവും ഒക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ആ കുതിരക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ കൈവശം കുതിരയുണ്ടെങ്കിൽ എന്നെ ഒന്ന് മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, ഇനി കുറച്ച് ദൂരമുള്ളൂ, 1 കിലോമീറ്ററിലും കുറവേ ഉള്ളൂ, നിങ്ങൾ പതുക്കെ കയറിക്കോളൂ, നിങ്ങൾ 3 മണിയുടെ ഉള്ളിൽ അവിടെ എത്തും, നിങ്ങൾക്ക് ദർശനം കിട്ടും എന്നൊക്കെ. അത് കേട്ട് എൻ്റെ മകൻ നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാതെ ആയാസപ്പെട്ട് ഈ കയറ്റങ്ങളൊക്കെ കയറിയത് കൊണ്ടായിരിക്കാം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കുതിരയുണ്ടെങ്കിൽ എന്നെ ഒന്ന് അവിടെ എത്തിക്കണമെന്ന്. അപ്പോൾ ആ പീടികയുടെ പിന്നിൽ കെട്ടിയിരുന്ന ഒരു വെള്ള കുതിരയുമായി വന്ന് അതിൽ എന്നോട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ശ്രദ്ധിച്ച്, ഇതുവരെ ഞാൻ വെള്ള കുതിരകളെ ഒന്നും അവിടെ കണ്ടിരുന്നില്ല. ഈ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ഈ പോണി ടൈപ്പിലുള്ള കുതിരകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ വെളുത്ത കുതിരപ്പുറത്ത് കയറിയായിരുന്നു ബാക്കിയുള്ള 1/4 കിലോമീറ്ററുള്ള എൻ്റെ യാത്ര. ആ കുതിരക്കാരൻ എന്നെ കേദാർനാഥിൻ്റെ കവാടത്തിന് കുറേ പിന്നിലായി നിർത്തി തന്ന് ബാക്കി ദൂരം നടന്നു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ കേദാർനാഥിലേക്കുള്ള പ്രവേശന കവാടം കടന്ന് ഞാൻ കണ്ടത് 10,000 കുതിരകളെയായിരുന്നു. അവയ്ക്കിടയിലൂടെ അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാൻ കുറച്ച് ദൂരം നടന്നു. ഇതുതന്നെയാണോ കേദാർനാഥിലേക്കുള്ള വഴി എന്ന് എനിക്ക് സംശയമായി. അതുതന്നെയായിരുന്നോ ശരിയായ വഴി എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് കേട്ടോ. ഏതായാലും ഞാൻ അവിടെ കണ്ട ഒരു കുതിരക്കാരനോട് ഈ വഴി പോയാൽ തന്നെയാണോ കേദാർനാഥിലേക്ക് എത്തുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നേരെ പോയാൽ മതി, ഒരു 2 കിലോമീറ്റർ പോയാൽ കേദാർനാഥ ക്ഷേത്രം കാണാം എന്ന്. ഇനിയും 2 കിലോമീറ്റർ നടക്കാനോ? അത് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ ക്ഷീണം വർദ്ധിച്ചു. ഫോൺ നോക്കിയപ്പോൾ നെറ്റ്വർക്ക് ഓണായി. അപ്പോൾ നേരത്തെ അവിടെ കേദാർനാഥിലെത്തിയിരിക്കുന്ന ചെറിയമ്മയെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോൾ ചെറിയമ്മയാണ് പറഞ്ഞത്, അവിടുന്ന് കുറേ ദൂരം ഇങ്ങോട്ട് നടന്നാലേ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുള്ളൂ എന്ന്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്ന സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് ഏതാണ്ട് കേദാർനാഥ് അമ്പലത്തിൻ്റെ അടുത്തെത്തി തുടങ്ങി. അപ്പോഴാണ് ദർശനത്തിനായുള്ള നീണ്ട വരി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും കേദാർനാഥ് ദർശനം ഇപ്പോൾ സാധിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ടെൻറ്റ് കിട്ടുമോ എന്ന് നോക്കാം. കിട്ടിയാൽ അതിൽ താമസിച്ച് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞ് നാളെ ദർശനവും കഴിഞ്ഞ് മടങ്ങാമെന്ന്. എന്നിട്ട് ബസ്സുകാരോട് ഞങ്ങളെ വെയിറ്റ് ചെയ്യണ്ട എന്ന് പറയാം, വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ച് രാവിലെ ബദ്രീനാഥിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും മകൻ എൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി നടന്ന് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു. അവിടെ മുന്നിൽ തന്നെ ചെറിയമ്മ ക്ഷേത്ര ദർശനവും പൂജയും ഒക്കെ കഴിഞ്ഞ് കേദാർനാഥിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജാരികളെ പോലെ തോന്നിക്കുന്ന 2 പേർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ദർശനം നടത്തിയോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നടന്ന് കയറി ക്ഷീണിച്ച് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, ഇന്ന് ദർശനം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ സ്പെഷ്യൽ ദർശനം ഉണ്ട്, അതിന് ഞങ്ങൾ വേണമെങ്കിൽ സഹായിക്കാമെന്ന്. സ്പെഷ്യൽ ദർശനത്തിന് 1000 രൂപ വേണമെന്നും പറഞ്ഞു. പൊതുവെ പൈസ കൊടുത്ത് ദർശനം നടത്താൻ ഒട്ടും താല്പര്യമില്ലാത്ത ഞങ്ങൾ
അന്ന് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് സമ്മതിച്ചു. കാരണം അപ്പോഴേക്കും സമയം 2:30 കഴിഞ്ഞിരുന്നു. 3 മണിക്ക് ക്ഷേത്രം അടയ്ക്കുകയും ചെയ്യും. മാത്രമല്ല ടെന്റ് അന്വേഷിച്ചപ്പോൾ എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ് എന്നും അറിഞ്ഞു. ഇനി സ്പെഷ്യൽ ദർശനം എന്ന് പറഞ്ഞാൽ ആ വരികളിൽ എവിടെയെങ്കിലും നമ്മളോട് കയറി നിന്നോളാൻ പറയും. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ക്യൂ നിന്നവരുടെ ഇടയിൽ കയറി നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ അത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ആ 2 ആൾക്കാർ അവിടെയുള്ള പോലീസിനോട് എന്തോ പറയുന്നത് കണ്ടു. അങ്ങനെ ആ പോലീസുകാരൻ എന്നോട് ആ ക്യൂവിൽ കയറി നിന്നോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അതിൽ ഒരു ജാള്യത തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ വേഷവിധാനങ്ങൾ അണിഞ്ഞ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും എന്നെ വിളിച്ച് അവരുടെ കൂടെ നിന്നോളാൻ പറഞ്ഞു. അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പിന്നെ ഞാൻ ആ ക്യൂവിൽ ചെന്ന് നിന്നപ്പോൾ ആ ക്യൂവിലുണ്ടായിരുന്ന ആരും തന്നെ ഒട്ടും പ്രതിഷേധിച്ചുമില്ല. മാത്രമല്ല എൻ്റെ മുന്നിൽ നിൽക്കുന്നവർ എന്നോട് ആകെ ജാവോ ബേട്ടി എന്ന് പറഞ്ഞ് എന്നോട് മുന്നിലേക്ക് പോയിക്കോളാനും പറയുന്നുണ്ടായിരുന്നു. ഇതെന്ത് മായ എന്ന് ഞാനും ചിന്തിച്ചു. മകൻ എവിടെയെങ്കിലും കയറിയോ ഒന്നും ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല. കാരണം ആ കയറിയതിൻ്റെ ക്ഷീണം കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഞാൻ ഏതോ ഒരു ലോകത്തായിരുന്നു അപ്പോൾ. ബോധപൂർവമല്ലാതെ യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ സന്തോഷമാണോ അതോ ഭക്തിയാണോ അതോ ആത്മനിർവൃതിയാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അതിന് ഉൾവശം മുഴുവൻ ഞാൻ നോക്കിക്കാണുകയായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ഇത് കാണാൻ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നിൽ ക്യൂവിൽ വരുന്നവരോടെല്ലാം മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞ് ഞാൻ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ആ ഉൾഭാഗം ആസ്വദിച്ച് കാണുകയായിരുന്നു. അവിടെ പഞ്ചപാണ്ഡവരുടെയും ദ്രൗപദിയുടെയും ഒക്കെ പ്രതിമകൾ സ്ഥാപിച്ചിരുന്നു. തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഏതാണ്ട് 2 അടിയോളം വലുപ്പമുള്ള സ്വയംഭുവായ പ്രതിഷ്ഠയാണ് അവിടെ ഉണ്ടായിരുന്നത്. ശിവലിംഗ രൂപത്തിലല്ല അവിടെ കണ്ടത്. ഒരു ത്രികോണാകൃതിയിൽ ഒരു ചെറിയ കുന്നുപോലെ ഇരിക്കുന്ന കറുത്ത നിറത്തിലുള്ള ഒരു കല്ലായിരുന്നു പ്രതിഷ്ഠ. കർണാടക സംസ്ഥാനത്തെ ലിംഗായത് ബ്രാഹ്മണരാണ് ഇവിടുത്തെ പൂജാരികൾ. അവിടെയുള്ള ഗഡ്വാളി ബ്രാഹ്മണരും സഹായത്തിനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളെ അകത്തേക്ക് കയറ്റിയത് അവിടുത്തെ ഗഡ്വാളി ബ്രാഹ്മണരാണ് എന്നാണ് പറഞ്ഞത്. ക്ഷേത്രത്തിനകത്ത് ദ്രൗപദിയുടെയും പഞ്ചപാണ്ഡവരുടെയും ഒക്കെ പ്രതിമകൾ ചുമരുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനു കാരണം ഈ ഒരു കഥയാണ്. മഹാഭാരത യുദ്ധത്തിനു ശേഷം തങ്ങളുടെ സഹോദര സ്ഥാനീയരെയും ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും വധിച്ചതിലുള്ള ആ പാപത്തിൽ നിന്നും മുക്തി നേടാനായി വ്യാസഭഗവാൻ പറഞ്ഞതനുസരിച്ച് പാണ്ഡവരെല്ലാവരും കൂടി കാശിയിലുള്ള ശ്രീ പരമേശ്വരനെ കാണാനായി പോയി അത്രേ. ഇത് നേരത്തെ മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ കാശിയിൽ നിന്നും പോന്ന് ഇവിടെ ഈ കേദാർനാഥിലുള്ള നേരത്തെ പറഞ്ഞ ഗുപ്തകാശി എന്ന സ്ഥലത്ത് കാളയുടെ രൂപം ധരിച്ച് രഹസ്യമായി വസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പരമേശ്വരൻ തൻ്റെ രൂപം മറച്ച് കാളയുടെ രൂപത്തിൽ അവിടെ താമസിച്ചത് കൊണ്ടാണത്രേ ആ സ്ഥലത്തിന് ഗുപ്തകാശി എന്ന പേര് വന്നത്. ധർമ്മയുദ്ധമായിരുന്നുവെങ്കിലും കൗരവരോളം ഇല്ലെങ്കിലും പാണ്ഡവരും കുറച്ചൊക്കെ അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിലുള്ള ക്രോധം കൊണ്ടാണത്രേ പരമശിവൻ പാണ്ഡവർക്ക് ദർശനം കൊടുക്കാതെ ഈ ഗുപ്തകാശിയിൽ വന്ന് ഇരുന്നത്. പാണ്ഡവരും ശ്രീ പരമേശ്വരനെ കാശിയിൽ കാണാതെ അന്വേഷിച്ച് ഗുപ്തകാശിയിൽ എത്തിച്ചേർന്നു. ഇവിടെയും ശ്രീ പരമേശ്വരനെ കാണാഞ്ഞ് നിരാശരായി പോകുമ്പോഴാണ് ഭീമന് കാളയുടെ രൂപത്തിൽ നിൽക്കുന്നത് ശ്രീ പരമേശ്വരനാണ് എന്ന് മനസ്സിലായത്. ഇതറിഞ്ഞ ശ്രീ പരമേശ്വരൻ അവിടെ നിന്നും ഓടി ഈ കേദാരഭൂവിൽ വന്ന് ഭൂമിക്കടിയിലേക്ക് അന്തർധാനം ചെയ്തു അത്രേ. ഇതുകണ്ട് ഭീമസേനൻ അദ്ദേഹത്തിനെ പിടിക്കാനായി ശ്രമിച്ചുവെന്നും കാളയുടെ രൂപമായതുകൊണ്ട് അതിൻ്റെ പുറം വശം മുതുക് ഭാഗമാണ് കയ്യിൽ കിട്ടിയത്, അത് അവിടെ അങ്ങനെ ഭൂമിയിൽ ഉറച്ചുപോയി എന്നുമാണ് കഥ. അതുപോലെ തന്നെ ഈ കാളയുടെ പുറത്ത് ഉയർന്നു നിൽക്കുന്ന ഭാഗം പോലെ തന്നെയാണ് ഈ കേദാർനാഥിലെ സ്വയംഭൂ പ്രതിഷ്ഠയും. ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഒരു കല്ലായിട്ടാണ് നമ്മൾ ഇവിടുത്തെ പ്രതിഷ്ഠ കാണുന്നത്. എന്തായാലും ശ്രീ പരമേശ്വരൻ പാണ്ഡവരുടെ ഈ നിശ്ചയദാർഢ്യം കണ്ട്
അവരിൽ പ്രസാദിച്ച് പാപമോചനത്തിനുള്ള വഴി ഉപദേശിച്ചു എന്നുമാണ് കഥ. അതുകൊണ്ട് പാണ്ഡവരാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 8-ാം നൂറ്റാണ്ടിൽ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാണത്രേ ഈ ക്ഷേത്രം പുതുക്കി പണിതത്. ഇന്നത്തെ ഈ പൂജാവിധികളൊക്കെ തീർച്ചപ്പെടുത്തിയതും അദ്ദേഹമാണത്രേ. ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ കാലടി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ഭാരതം മുഴുവൻ കാൽനടയായി ചുറ്റി സഞ്ചരിച്ച് ഭാരതത്തെ ആത്മീയമായി ഉദ്ധരിച്ച ജഗദ്ഗുരുവായ ആദി ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെയാണത്രേ സമാധിയായത്. ക്ഷേത്രത്തിന് പിന്നിലുള്ള ഗുഹയിലൂടെ അദ്ദേഹം അന്തർധാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഗുഹാമുഖം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം 2013 ജൂൺ മാസത്തിലുണ്ടായ കനത്ത മഴയും മഞ്ഞുരുകലും മൂലം ചോരാവാരി തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മന്ദാകിനി നദി കരകവിഞ്ഞൊഴുകി ഉണ്ടായ ആ വലിയ പ്രളയത്തിൽ ഒരു വലിയ പാറക്കല്ല്, ഭീംശില എന്നാണ് അവർ പറയുന്നത്, അത് ഒഴുകി ഈ ശങ്കരാചാര്യ സ്വാമികൾ അന്തർധാനം ചെയ്തു എന്ന് പറയുന്ന ഗുഹാമുഖത്താണ് വന്ന് പതിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തിയായി ഒഴുകി വരുന്ന ജലം ഈ പാറക്കല്ലിൽ തട്ടി രണ്ടായി വഴിപിരിഞ്ഞ് ഒഴുകിയതുകൊണ്ട് ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഇത്രയും വലിയ ആ ശില ഒഴുകി വരണമെങ്കിൽ ആ ജലപ്രവാഹത്തിന്റെ ശക്തി ഒന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല ഈ ക്ഷേത്രം ഒഴിച്ച് ബാക്കി അവിടെ ഒന്നും അവശേഷിച്ചിരുന്നുമില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് കുറച്ചകലെയായി, അതായത് അതിന്റെ പിൻഭാഗത്തായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികളുടെ സമാധി മണ്ഡപം പണിതിരിക്കുന്നത്. കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ്. ഇതിന്റെ ചുമരും മേൽക്കൂരയും ഒക്കെ വലിയ പാറക്കല്ലുകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാങ്കേതിക വിദ്യ ഇത്രയൊന്നും ഇല്ലാതിരുന്ന പുരാതന കാലത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ പാറക്കല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. പുരാതന ഭാരതീയ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യയുടെയും സാങ്കേതിക മികവിന്റെയും മുൻപിൽ ഇന്ന് സാങ്കേതികതയിൽ ഏറെ മുന്നോട്ടു പോയി എന്ന് അവകാശപ്പെടുന്ന ആധുനിക ലോകത്തിന് മുട്ടുമടക്കാനേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതിനും കേദാരനാഥനെ ദർശിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനും ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രയും ശക്തമാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചം അത് സാധിപ്പിച്ചു തരാനായി നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു എൻ്റെ ഈ അനുഭവം. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് മകൻ വന്ന് വിളിച്ചപ്പോഴാണ് എൻ്റെ ചിന്തകളിൽ നിന്നും ഞാൻ ഉണർന്നത്. ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടന്നതെന്ന് തോന്നുന്നു. അവനെയും ഏതോ നല്ല മനസ്സുള്ള മനുഷ്യർ വരിയിലേക്ക് കയറ്റി നിർത്തിയത്രേ. സത്യം പറഞ്ഞാൽ ആ നല്ല മനസ്സുള്ള മനുഷ്യർ ഞങ്ങളെ വിളിച്ച് വരിയിലേക്ക് കയറ്റി നിർത്തിയില്ലെങ്കിൽ കേദാരനാഥനെ ഞങ്ങൾ അപ്പോൾ ദർശിക്കുമായിരുന്നില്ല. അവർ കാണിച്ച ആ നല്ല മനസ്സും ഈശ്വരാനുഗ്രഹം പോലെ തന്നെ കണക്കാക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് ഓരോ യാത്രയിലും നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കേദാർനാഥനെ വണങ്ങി പുറത്തേക്ക് കടന്നപ്പോൾ പുറത്തേക്കുള്ള ആ വഴിയിൽ നേരത്തെ ഞങ്ങളെ അകത്തേക്ക് കയറാൻ വേണ്ടി സഹായിച്ച ആ പൂജാരിമാരെ പോലെ തോന്നിക്കുന്ന 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ആ പൈസ കൊടുക്കുകയും അവർ അവിടുത്തെ പ്രസാദമാണ് എന്ന് പറഞ്ഞ് ചന്ദനമോ ഭസ്മോ ഒക്കെ ഞങ്ങളുടെ നെറ്റിയിൽ പൂശിത്തരുകയും ചെയ്തു. ആ സമയത്ത് ഈ 2 പേരെ കണ്ടതും അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ തോന്നിയതും ഒക്കെ ഒരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കേദാർനാഥ് അമ്പലത്തിന് പുറത്തായി നന്ദികേശ്വരന്റെ ഒരു പ്രതിമയുണ്ട്. അതിൻ്റെ അടുത്ത് ചില സന്യാസിമാർ ഇരുന്ന് പ്രസാദം കൊടുക്കുകയോ അനുഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണാനുണ്ട്. ക്ഷേത്രത്തിന് പുറത്തുകൂടെ ഒന്ന് പ്രദക്ഷിണം വെച്ച് വന്ന് ഈ നന്ദികേശ്വര പ്രതിമയ്ക്ക് പിന്നിൽ നിന്ന് കേദാരനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവമാനസ സ്തോത്രം ചൊല്ലി ഞാൻ അവിടെ നമസ്കരിച്ചു. അപ്പോൾ മാത്രമാണ് ഞാൻ കേദാരനാഥന്റെ ഭൂമിയിലാണല്ലോ നിൽക്കുന്നത് എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായത്. വേണമെങ്കിൽ സ്വബോധമുണ്ടായത് എന്ന് പറയാം. അതുവരെ ഏതോ ഒരു ലോകത്ത് ആരൊക്കെയോ പറയുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു നിലയായിരുന്നു എൻ്റെ മനസ്സിന്. കേദാരനാഥനെ നമസ്കരിച്ചുകൊണ്ട് ശിവമാനസ സ്തോത്രം ചൊല്ലി എണീക്കുമ്പോഴേക്കും
എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞ ദുർഘടം പിടിച്ച വഴികളിലൂടെ നടന്ന് അതിയായി ക്ഷീണിച്ച് മുകളിൽ ഈ കേദാർനാഥിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം, അത് അപ്പോഴാണ് ഞാൻ അനുഭവിച്ചത് എന്ന് പറയാം. പ്രളയകാലത്ത് കേദാർനാഥന് കവചമായി നിന്ന ആ ഭീമശിലയെയും ഞങ്ങൾ വന്ദിച്ചു. ആ ഭീമശില എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവിടെ വന്നു നിന്നത് എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് പോയാൽ അവിടെ ഒരു ഭൈരവ ക്ഷേത്രമുണ്ട്. ശൈത്യകാലത്ത് കേദാർനാഥനെ ഉഖിമഠിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത് ഈ ഭൈരവ ബാബയാണ് എന്നാണ് പറയുന്നത്. ഈ കേദാർനാഥനെ തൊഴുന്നവർ ഈ ഭൈരവ ബാബയെയും തൊഴണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. മഴ പെയ്താൽ അവിടുത്തെ ഓക്സിജൻ ലെവൽ കുറച്ചുകൂടി കുറയും എന്നാണ് പറയുന്നത്. ഞങ്ങളെ തലേദിവസം രാത്രി 1:30 മുതൽ ഇവിടെ എത്തുന്നത് വരെ മഴ ഒട്ടും ബുദ്ധിമുട്ടിച്ചില്ല. മഴയോ വെയിലോ ഒന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ക്ഷേത്രം അടയ്ക്കുകയും ചെയ്തിരുന്നു. പിന്നെ കുറച്ചു നേരം കൂടി ആ ക്ഷേത്രഭൂമിയിലിരുന്ന് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരുക്കം ആരംഭിച്ചു. ഗൗരികുണ്ടിൽ നിന്ന് ഇവിടെ എത്താൻ ഏതാണ്ട് 10 മണിക്കൂർ 11 മണിക്കൂർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തിരിച്ച് എത്ര വേഗം ഇറങ്ങിയാലും ഒരു 5-6 മണിക്കൂർ എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. തിരിച്ചു പോകാൻ മാത്രം ഹെലികോപ്റ്റർ കിട്ടുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അത് ലഭിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. താഴേക്ക് ഇറങ്ങാൻ കുതിരയ്ക്ക് ആയാസം കുറവാകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുതിരപ്പുറത്ത് വരാൻ തീരുമാനിച്ചു. അങ്ങനെ 4:30 കേദാരനാഥനോട് വിട പറഞ്ഞ് ഞങ്ങൾ കുതിരപ്പുറത്ത് താഴേക്ക് ഇറങ്ങാൻ ആരംഭിച്ചു. ഏതാണ്ട് 4-5 മണിക്കൂർ യാത്ര ചെയ്ത് 9:30 ഗൗരികുണ്ടിൽ തിരിച്ചെത്തി. ഗൗരികുണ്ടിൽ നിന്ന് സോൻപ്രയാഗിലേക്ക് പോകാനാണ് ഏറ്റവും പ്രയാസം. വലിയ ഒരു വരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ വക ജീപ്പുകളാണ് സോൻപ്രയാഗിൽ നിന്നും ഗൗരികുണ്ടിലേക്കും ഇവിടുന്ന് തിരിച്ചങ്ങോട്ടും ആളുകളെ കൊണ്ടുപോകുന്നത്. ആ ജീപ്പുകൾക്ക് വേണ്ടിയുള്ള വലിയ വരിയായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത്. ഏതാണ്ട് 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു ജീപ്പ് ലഭിച്ചത്. അവർ സോൻപ്രയാഗിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ച് അവിടെ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ നടന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും സമയം ഏതാണ്ട് 11 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ബസ്സിൽ ഗൈഡായിട്ടുണ്ടായിരുന്ന ആൾ ഞങ്ങൾ വരും എന്ന് ഹോട്ടലിൽ പറഞ്ഞു വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം അവർ കരുതിയിരുന്നു. സത്യം പറഞ്ഞാൽ തലേ ദിവസം 1:30 ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇത്ര യാത്രയും ചെയ്ത് കേദാരനാഥനെ ദർശിച്ച് തിരിച്ചു ഈ ഹോട്ടലിൽ എത്തിയിട്ടാണ് ഞാനും ചെറിയമ്മയും ഭക്ഷണം കഴിക്കുന്നത്. ഇനി റൂമിൽ പോയി ഒന്ന് വിശ്രമിക്കണം. അപ്പോഴാണ് പിറ്റേ ദിവസം 5 മണിക്ക് ബസ് എടുക്കുന്നില്ല, 7 മണിയായിട്ടേ പുറപ്പെടുന്നുള്ളൂ എന്ന് ബസ് ഡ്രൈവർ ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ വലിയൊരു ആശ്വാസമാണ് തോന്നിയത്. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞങ്ങൾ ഈ കേദാർനാഥിലേക്ക് വരുന്ന വഴിക്ക് ശ്രീനഗറിന് അടുത്താണെന്ന് തോന്നുന്നു അളകനന്ദ നദിയിലായി ധാരി ദേവി ക്ഷേത്രം കണ്ടിരുന്നു. ഈ 4 ധാമുകളെയും കാത്തുരക്ഷിക്കുന്നത് ഈ ധാരി ദേവിയാണ് എന്നാണ് വിശ്വാസം. ആ പ്രളയമുണ്ടായ കാലത്ത് ഈ അളകനന്ദ നദിയിൽ ഒരു ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ ഈ ക്ഷേത്രം വെള്ളം കൊണ്ട് മൂടും എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠയായ ആ ശില അവിടെ നിന്നും ഇളക്കി മാറ്റാൻ തീരുമാനമായി. ഇതിനെതിരായി അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും ചേർന്ന് സമരം ചെയ്തിരുന്നു അത്രേ. അവർ പറയുന്നത് ഇത് മാറ്റി പ്രതിഷ്ഠിച്ചാൽ ദേവീകോപം ഉണ്ടാകും എന്നാണ്. കാരണം വളരെ മുൻപ് 1800 കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രം മാറ്റാൻ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു രാജാവ് ശ്രമിച്ചുവെന്നും അപ്പോൾ കേദാർനാഥിൽ വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ടത്രേ. പക്ഷേ അധികാരികൾ ഇതൊന്നും കണക്കാക്കാതെ തന്നെ പ്രതിഷ്ഠ അവിടെ നിന്നും ഇളക്കി മാറ്റി. അത് കഴിഞ്ഞ് 2-3 മണിക്കൂറിനുള്ളിലാണത്രേ അന്ന് മേഘവിസ്ഫോടനം നടന്ന് പ്രളയം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ പ്രതിഷ്ഠ ഉള്ള ഈ സ്ഥാനത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. അതുകൊണ്ടാകാം ആ ശിലാപ്രതിഷ്ഠ അവിടെ നിന്നും ഇളക്കിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഭൂമിക്കടിയിലും എല്ലാ ശിലകളും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണല്ലോ കിടക്കുന്നത്.
എന്തായാലും ഇതിന് ടെൻഡർ എടുത്ത കമ്പനി തന്നെ ആ വിഗ്രഹം പഴയ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഈ ധാരീദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് എന്ന് തോന്നുന്നു. ഈ ക്ഷേത്രവും സന്ദർശിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നെങ്കിലും അതും സാധിച്ചില്ല. ഹിമാലയത്തിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ വലുപ്പവും മനുഷ്യൻ്റെ അല്പത്വവും നേരിട്ട് കാണാൻ സാധിക്കുക. ഇങ്ങനെയുള്ള യാത്രകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഇത്രയും ആയാസകരമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ശരീരത്തിനുണ്ടായിരുന്ന ക്ഷീണമോ ഒരു കാലുവേദനയോ ഒന്നും അനുഭവപ്പെട്ടില്ല. ഈ യാത്രയിൽ പല മനോഹര കാഴ്ചകളുടെയും ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. കാരണം അത്ര മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. ചിലപ്പോൾ ചില കാഴ്ചകളൊക്കെ മനസ്സിൽ മാത്രം മതി എന്നതുകൊണ്ടാകാം ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്ന് തോന്നുന്നു. കേദാർ ബദ്രി യാത്രയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അങ്ങനെയാണ്. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണേ. ബദ്രീനാഥ് യാത്രയെക്കുറിച്ചും മാന ഗ്രാമത്തെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ